എനിക്ക് ജയിക്കിന്റെ ഒന്ന് രണ്ട് വിഷയങ്ങൾക്ക് മറുപടി കൊടുക്കാനായിട്ടുണ്ട്. ഒന്ന്, ജയിക്കിനോട് എനിക്ക് പറയാനായിട്ടുള്ളത്, പാർഷ്യൽ ഹിയറിംഗ് എന്ന് പറയുന്നത് അത് ശരീരത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ്. പാർഷ്യൽ ഹിയറിംഗ്. പക്ഷെ അതിനേക്കാൾ ഗുരുതരമാണത് രാഷ്ട്രീയത്തിൽ പാർഷ്യൽ ഹിയറിംഗ് എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. അത് താങ്കൾ അടിയന്തരമായി ചികിത്സിച്ച് ഭേദമാക്കണം. ഇന്ന് വി ഡി സതീശന്റെ പ്രസ്താവന, താങ്കളും പത്രസമ്മേളനം കേട്ടതാണല്ലോ. വി ഡി സതീശൻ പറഞ്ഞത് BJP-യുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, എല്ലാവരുടെയും വോട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ വി ഡി സതീശൻ തുടങ്ങിയ പാർട്ടിയുടെ പേരെന്താ താങ്കൾ പറയാത്തത്? താങ്കൾക്ക് തന്നെ CPM എന്ന് പറയാൻ ഉറപ്പാണോ? വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ വാചകങ്ങൾ തുടങ്ങിയത് ഞങ്ങൾക്ക് CPM-ന്റെ വോട്ട് കിട്ടിയിട്ടുണ്ട്, എന്താ അത് പറയാത്തത്? നിനക്ക് പറ്റിയ പണി എന്താണെന്ന് ഞാൻ പറയാം. ഞങ്ങൾക്ക് തൃക്കാക്കരയിൽ, അതിനകത്ത് എന്താ തർക്കമുള്ളത്? ദാസ് തന്നെ സൂചിപ്പിച്ചതുപോലെ തൃക്കാക്കര നിയോജകമണ്ഡലത്തിലെ മഹാഭൂരിപക്ഷ വോട്ടർമാരുടെ വോട്ട് കിട്ടിയത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ അവിടെ ജയിച്ചത്. അതിനകത്ത് CPM-ന്റെ വോട്ടുകളുണ്ട്, അതിനകത്ത് മറ്റു പാർട്ടികളുടെ വോട്ടുണ്ട്. ജയിക്ക് എനിക്ക് മനസ്സിലാക്കാത്തത്, ജയിക്ക് ആഗ്രഹിക്കുന്നത് ഇനി ഇങ്ങനെയൊക്കെ പാടുള്ളൂ. BJP-യുമായിട്ട് ഞങ്ങൾ ഒരു സഖ്യമുണ്ടാക്കി. 977-ൽ പിണറായി വിജയൻ ജനസംഘവുമായിട്ട് സഖ്യമുണ്ടാക്കി മത്സരിച്ചതുപോലെ തമാശ പറയാതെ അല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. ഞങ്ങൾ BJP-യുമായിട്ട് ഒരു സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ അത് പൊളിറ്റിക്കലി തെറ്റാണ്. ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇനിയും ഏതെങ്കിലുമൊക്കെ BJP-യുടെ അനുഭാവികൾ അവരുടെ അനുഭാവം വിട്ട് UDF-ന് വോട്ട് ചെയ്യുന്നതിനകത്ത് നിങ്ങൾക്ക് എന്താ ഇത്ര അസ്വസ്ഥതയുള്ളത്? അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾക്ക് അവരുമായിട്ടൊരു ധാരണയുമില്ലല്ലോ. പ്ലീസ്, ഒരു പൊതുപ്രവർത്തനം പരസ്യമായി അധിക്ഷേപിക്കരുത്. ഇനി എന്റെ ചോദ്യം, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്? BJP-ക്ക് എല്ലാ കാലഘട്ടത്തിലും അതേ വോട്ടുകൾ തന്നെ നിലനിന്ന് നിങ്ങൾ അധികാരത്തിലിരിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എത്ര അബദ്ധജടിലമായിട്ടുള്ളൊരു ആർഗ്യുമെന്റ് അത്! എത്ര ക്രൂരമാണ്! ആളുകൾ വർഗീയമായിട്ട് എല്ലാ കാലഘട്ടത്തിലും SDPI-ക്കും BJP-ക്കും ഇങ്ങനെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കട്ടെ, അവരുടെ വോട്ട് ബാങ്ക് ഇങ്ങനെ മെച്ചപ്പെടട്ടെ, BJP-യുടെ വോട്ടുകൾ കൂടട്ടെ എന്ന് ആഗ്രഹിക്കുന്നത്. BJP-ക്കാരെക്കാൾ CPM-കാരാണെന്ന് പറയുമ്പോൾ, ജയിക്കിനെ പോലെ ചെറുപ്പക്കാരാണെന്ന് പറയുമ്പോൾ അത് കേരളത്തിന്റെ പൊതുസമൂഹം വിലയിരുത്തട്ടെ എന്ന് മാത്രമാണ് എനിക്ക് താങ്കളോട് സൂചിപ്പിക്കാനായിട്ടുള്ളത്. പിന്നെ താങ്കൾ PC ജോർജിനെ പറ്റി പറഞ്ഞു വരാതൊരു അടി അടിച്ചു. UDF-ന്റെ മുൻ ചീഫ് വിപ്പ് എന്ന്. സന്തോഷായി, നല്ല സന്തോഷമായി. അങ്ങനെയാണെങ്കിൽ ഞാനൊരു തിരുത്തൽ പറയാം. 2006-ലെ പൂഞ്ചാറിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി VS അച്യുതാനന്ദന് ജനകീയ മുഖം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് VS അച്യുതാനന്ദന്റെ വടിയായി മുന്നിൽ നിന്ന വ്യക്തി. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അങ്ങനെ കൂടി PC ജോർജിനെ പറഞ്ഞു പോയില്ല എങ്കിൽ അതൊരു അർദ്ധസത്യം മാത്രമായി പോകില്ല. ജയിക്കുക നമുക്ക് സത്യസന്ധമായിട്ട് വിലയിരുത്തണ്ടേ? പിന്നെ താങ്കളുടെ അടുത്ത ആർഗ്യുമെന്റ് UDF-ന്റെ കുത്തക മണ്ഡലമാണ്. UDF-ന്റെ കുത്തക മണ്ഡലമാണ് എങ്കിൽ ഒന്നാമത്തെ ചോദ്യം, പിന്നെ നിങ്ങൾ എന്ത് കോൺഫിഡൻസില 6 അടിച്ച് ക്യാപ്റ്റൻ സെഞ്ചുറി അടിക്കുവാൻ വരുമെന്ന് പറയുന്നത്? UDF-ന്റെ കുത്തക മണ്ഡലമാണെങ്കിൽ നിങ്ങളുടെ പറച്ചിലേട്ടത്തൊന്നുമില്ല, നിങ്ങൾ മത്സരിക്കാതെ ഞങ്ങളങ്ങ് ജയിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പ്രചരണത്തിൽ നിന്ന് മാറി നിൽക്കുകയാണെന്ന്. ഒരു മുഖ്യമന്ത്രി, 20 മന്ത്രിമാർ, 60 MLA-മാർ സംഘടിതമായി നിങ്ങൾ പ്രവർത്തിച്ചു. ഞാനൊരു പ്രസ്താവന താങ്കളെ വായിച്ചേൽപ്പിക്കാം. കുത്തക മണ്ഡലം എന്നൊന്നില്ല. തൃക്കാക്കര കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമൊന്നുമല്ല. കോൺഗ്രസ് മാത്രം ജയിച്ചിരുന്ന കോന്നി വന്നില്ലേ? 3-ാം സ്ഥാനത്തായിരുന്ന വട്ടിയൂർക്കാവ് ജയിച്ചില്ലേ? പാല പോലും വന്നില്ലേ? പറഞ്ഞതാരാണെന്ന് അറിയാമോ? ഈ തെരഞ്ഞെടുപ്പിനെ അവിടെ നിന്ന് നയിച്ച M സ്വരാജ സാറേ. ഇവന്റെ ഒരു കാര്യം നീഞ്ഞു വന്നേ, ദൈവത്തെ ഓർത്ത് ചതിക്കരുത്. അങ്ങനെയാണെങ്കിൽ താങ്കൾ ഇനി പറയുന്നു ഇനി ഞങ്ങളുടെ സീറ്റാണെന്ന് തന്നെ വെച്ചോ, ഞങ്ങളുടെ സീറ്റാണെന്ന് വിചാരിച്ചോ. അപ്പൊ പിണറായി വിജയൻ നിങ്ങൾ പറയുന്നത് പോലെ വലിയ പോപ്പുലറായ ലീഡറാണ്, നിങ്ങളുടെ മന്ത്രിസഭയ്ക്ക് വലിയ ഗ്ലാമർ ഉണ്ട്, നിങ്ങൾ ജനകീയരാണ് എങ്കിൽ നിങ്ങൾ സാധ്യമായ എല്ലാ പ്രചരണവും നടത്തിയിട്ടും 2016-ൽ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ സർ മത്സരിക്കുമ്പോൾ ലഭിച്ച 49,455 വോട്ടുണ്ട്. ആ വോട്ടിലേക്ക് 2022-ൽ മത്സരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ എത്താൻ കഴിയാത്തത്? താങ്കൾ തന്നെ പറഞ്ഞല്ലോ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് അവൈലബിൾ കാൻഡിഡേറ്റ് മത്സരിക്കുന്നത് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ സാർ. ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലോ, അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണല്ലോ. അദ്ദേഹത്തെക്കാൾ മെച്ചപ്പെട്ട സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണല്ലോ നിങ്ങൾ ജോസഫിനെ മത്സരിപ്പിച്ചത്. വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. വി ഡി സതീശന്റെ പത്രസമ്മേളനം കുത്തിയിരുന്ന് കണ്ടിട്ട് അതിൽ നിന്ന് ഒരു അറ്റവും മുറിയും ചുരണ്ടി എടുത്തുകൊണ്ട് വന്ന താങ്കൾ നിങ്ങളുടെ തന്നെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഇപ്പോഴും നിങ്ങളുടെ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ സാറിന്റെ അഭിപ്രായത്തെ മാനിക്കണം. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഉമ്മാരോട്
ഇതൊന്നും ഏക്കൂല ശ്രീദാസെ, എന്റെ ഒരു ചോദ്യം, ഒരു സാങ്കല്പികമായ ചോദ്യം ചോദിക്കുക. ഈ തെരഞ്ഞെടുപ്പിൽ ഇവർ ജയിച്ചിരുന്നുവെങ്കിൽ ഇവരെന്താകുമായിരുന്നു പറയുന്നത്? ഇത് ഞങ്ങളുടെ കേരളയിൽ നിന്ന് ലഭിച്ച മാൻഡേറ്റ് ആണ്. കണ്ടില്ലേ, ഞങ്ങളുടെ സ്ഥാനാർത്ഥി പോലും ഓഗ്മെന്റഡ് റിയാലിറ്റിയോടിലൂടെ കേരളയിൽ അവതരിപ്പിച്ചു. തൃക്കാക്കര എന്ന് പറയുന്നത് പാൻ കേരളയാണ്. കേരളത്തിന്റെ പരിച്ഛേദമാണെന്ന് പറഞ്ഞത് ഞാനല്ല, ജോസഫ് തന്നെയാണ്. കേരളത്തിലെ 14 ജില്ലയിലെയും ആളുകൾ വന്ന് താമസിക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയാണ്, അവർക്ക് വോട്ടവകാശമുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയാണ് തൃക്കാക്കര. ആ കേരളത്തിന്റെ പരിച്ഛേദമായ പ്രദേശത്ത് നിങ്ങൾ അവതരിപ്പിച്ചു നിങ്ങളുടെ വികസന മാതൃക. അവിടുത്തെ തൃക്കാക്കരക്കാർ പുച്ഛിച്ചു തള്ളിയില്ലേ? എല്ലാം ഇയാൾക്കറിയാം. ശരിയല്ലടോ? അതെ ശരിയാണ്. പൊതു തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്താ? ഏത് മണ്ഡലംകാരായാലും ആ മണ്ഡലത്തിലെ ആളുകൾക്ക് മറ്റ് സ്ഥലങ്ങളിലെ ട്രെൻഡിന് ഒപ്പമല്ല നിൽക്കുന്നത്. അവരെല്ലാവരും ജയിപ്പിച്ചു വിടുന്നത് ഭരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. തൃക്കാക്കരക്കാർ എന്തിനാ വോട്ട് ചെയ്യുന്നത്? ബെന്നി ബെഹന്നാൻ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ്, അദ്ദേഹം മത്സരിക്കുമ്പോൾ തൃക്കാക്കരക്കാർ വോട്ട് ചെയ്യുന്നത് ഞങ്ങൾക്കൊരു മന്ത്രിയെ കിട്ടുമെന്ന് എഴുതിയിട്ടാണ്. അവൻ പറഞ്ഞ നേരാ. PT തോമസിനെ പോലെ സീനിയറായ നേതാവ് 2 തവണ മത്സരിക്കുമ്പോഴും തൃക്കാക്കരക്കാർ വിചാരിക്കുന്നത് ഇവിടെ UDF ഗവൺമെന്റ് ഉണ്ടാകുവാൻ പോകും. കാരണം അവർക്ക് UDF ഗവൺമെന്റിനോട് യാതൊരു വിധമായ ആന്റി ഇൻക്യുമെൻസി ഇല്ലാത്തതുകൊണ്ടാണല്ലോ UDFന്റെ പ്രതിനിധി അവരെ ജയിപ്പിച്ചു വിടുന്നത്. അപ്പൊ അങ്ങനെയുള്ള പൊതു തെരഞ്ഞെടുപ്പിൽ നിന്നും മാറി ഈ 2022 തെരഞ്ഞെടുപ്പിൽ എന്താ ഇപ്പൊ ഇവര് പറഞ്ഞുകൊണ്ടിരുന്നത് UDF കേരളത്തിലില്ല, കോൺഗ്രസ് അങ്ങ് തകർന്നു പോയി. ഇവർ സാധ്യമായ എല്ലാ ഏറ്റവും വ്യാപകമായിട്ടുള്ള പ്രചരണം നടത്തിയില്ലേ? വോക്കൌട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനാണ് നിങ്ങൾ ഒരു പ്രതിനിധിയെ തെരഞ്ഞെടുക്കപ്പെടുന്നതെന്ന് ചോദിച്ചു. അപ്പൊ 1 വർഷം മാത്രമായ ഒരു സർക്കാർ സംഘടനാ സംവിധാനത്തിൽ വളരെ മെച്ചമാണെന്ന് പറയുന്ന ഇവർ ഈ ചെയ്യുന്നതൊക്കെ ന്യായമാണെന്ന് തോന്നുന്നുണ്ടോ? സർക്കാർ മെഷീനറി മുഴുവൻ ഉപയോഗിച്ചിട്ട് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിനിധിയാണ് തെരഞ്ഞെടുക്കുന്നതെന്ന്. ആ തെരഞ്ഞെടുപ്പിൽ പോലും ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ ലഭിച്ച വോട്ടുകൾ 59,839 നിന്ന് ഇനി നിൽക്കേണ്ട വലിയ 13,000 വോട്ട് വർദ്ധിച്ച് 72,770 പേരായിട്ട് കൂടുമ്പോ പ്രതിപക്ഷത്തെ കേരളത്തിലെ പൊതുസമൂഹം, തൃക്കാക്കരയിലെ പൊതുസമൂഹം, കേരളത്തിന്റെ പരിച്ഛേദമായ പൊതുസമൂഹം കൂടുതൽ വിശ്വാസത്തിൽ എടുക്കുന്നു എന്ന് വേണ്ട. അല്ല, LDFന്റെ പ്രചരണ രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവരെല്ലാ തരത്തിലുമുള്ള വർഗീയ പോളറൈസേഷന് ശ്രമിച്ചു എന്നുള്ളതാണ്. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയം. PDPയെ പോലെ ഒരു സംഘടനയെ അതിന്റെ CPMന്റെ മുതിർന്ന 2 നേതാക്കന്മാർ H. സലാം MLAയും KT ജലീൽ MLAയും PDPയുടെ വേദിയിൽ പോയി നിന്നുകൊണ്ട് PDPയുടെ സഹായം സ്വീകരിച്ചു. വീട് അന്തരം കയറി. എന്നെ സംശയിക്കരുത്. പിന്നെ ഇവിടുത്തെ സ്ഥാനാർത്ഥി ഇറക്കിക്കൊണ്ട് വർഗീയ കാർഡ് കളിക്കുവാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞത് തൊട്ടുമുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ CPMന്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ സാറാണ്. ആദ്യം വ്യക്തി നന്നാവണം, എങ്കിലേ കുടുംബം നന്നാവൂ. കുടുംബം നന്നായ സമൂഹം നന്നാവൂ. സമൂഹം നന്നായ രാജ്യം നന്നായി. രാജ്യം നന്നായ ലോകം നന്നാവൂ. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.